അട്ടപ്പാടിയിലൂടെ ഇടിച്ചുകുത്തി ഒഴുകുന്ന ശിരുവാണിപ്പുഴയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ശിരുവാണിപ്പുഴയുടെ എല്ലാ സൗന്ദര്യവും അട്ടപ്പാടിക്കുമുണ്ട്. എന്നാൽ ആദിവാസി ഊരുകളിലും അട്ടപ്പാടിയുടെ ഗ്രാമാന്തരങ്ങളിലും ജീവിക്കുന്ന ജനങ്ങൾ ഏറെ ഭയത്തോടു കൂടിയാണ് ഇവിടെ കഴിച്ചുകൂട്ടുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണം ഏത് നിമിഷവും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് ജീവനുകൾ കാട്ടാനക്കലിയിൽ പൊലിഞ്ഞ സ്ഥലം കൂടിയാണിത്. സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും കാര്യക്ഷമമായ ഒരു നടപടിയും വന്യമൃഗ ആക്രമണവും കൃഷി നശിപ്പിക്കലും തടയുന്നതിന് വേണ്ടി ഇവിടെ ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വൈകുന്നേരം സാധനം വാങ്ങിട്ട് വരാൻ അകലിക്ക് പോയി കഴിഞ്ഞാൽ 6 മണി 6:30 വീടെത്തണം. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇതിൽ കൂടെ നടക്കണത്. പിന്നെ ഒന്നാമതെന്ന് വെച്ചാൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാലും അത് നിൽക്കുന്നുണ്ടെങ്കിലും നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെയാണ്. കൃഷി ഇറക്കുമ്പോൾ ആന ഏത് സമയത്താണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ രാവിലേക്കാവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റുകാരിൽ നിന്ന് നമ്മൾ വിളിക്കും. വീട്ടിൻ്റെ പരിസരങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ നമ്മൾ വിളിക്കും. അപ്പോൾ അവർ വണ്ടി എടുത്ത് വരും, പടക്കം പൊട്ടിച്ചുവിടാണ് പതിവ്. പക്ഷേ കൃഷിനാശം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ കൃഷിനെ മാത്രം വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരാണ് തമ്പാർ റോഡ്, അട്ടപ്പാടി മൊത്തം മേഖലകളിൽ. എല്ലാ ഭാഗത്തും ആന പോകേണ്ടത് വെച്ചാൽ എല്ലാ ഭാഗങ്ങളും ആന പോകുന്നുണ്ട്. അതിൻ്റെ പകുതി ഭാഗങ്ങളിൽ പിന്നെ ഇലക്ട്രിക്കിൻ്റെ കറണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കൂലിപ്പണിക്കാരാണെങ്കിൽ നമുക്ക് വലിയ ഇതൊന്നും ഇട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. 5-6 വർഷത്തിനുള്ളിൽ തന്നെ ഈ സമ്പർ റോഡ് മേഖലയിൽ തന്നെ, അതായത് ഷോളൂർ പഞ്ചായത്തിൽ 14-ാം വാർഡാണിത്. ലാസ്റ്റ് വാർഡായിരുന്നു. അപ്പോൾ ഈ മേഖലയിൽ ഈ 6 കൊല്ലം കൊണ്ട് തന്നെ 2 പേര് മരണപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഗവൺമെൻറ് പഞ്ചായത്ത് തലത്തിൽ ഒരു മുൻകരുതൽ നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കാരണം സ്ട്രീറ്റ് ലൈറ്റ് വെച്ചാൽ തന്നെ നമുക്ക് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പരമാവധി നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഗവൺമെൻറ് തലത്തിൽ തന്നെ ഈ ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ ഇത് സാധാരണപ്പെട്ട ജനങ്ങൾക്കോ കൃഷിക്കാർക്കോ യാതൊരുവിധ ഗുണവുമില്ല. കാരണം ഇത് മൊത്തം വെറും കോൺട്രാക്റ്റുകാർക്ക് മാത്രം ഗുണകരമായിട്ടുള്ളൂ. ഇവിടെ ആനകൾ മാത്രമല്ല, ആനയും അതുപോലെ തന്നെ പുലിയും കടുവയും അതുപോലെ കുരങ്ങിൻ്റെ ഒക്കെ ശല്യം ഇവിടെ വ്യാപകമായുണ്ട്. ആനകൾ നിരന്തരം ഇവിടെയുള്ള 198 ഊരുകളിലും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഊരിൽ നിന്നല്ല, എല്ലാ ഊരുകളിലും ഒരാന എന്നല്ല, പല ആനകൾ കൂട്ടമായി വന്ന് അതുപോലെ തന്നെ ഇവരുടെ കൃഷി, അതുപോലെ വീടുകൾ നശിപ്പിക്കുക, ആളുകളെ കൊല്ലുക, വിറകെടുക്കാൻ പോകുന്ന ആളുകളെ ഇന്നലെ വരെ കൊന്ന ദിവസമാണുള്ളത്. ഈ 7-10 കൊല്ലം കൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണം. ഈ പീലാണ്ടി മൂപ്പനെ പിടിച്ചുകൊണ്ട് പോയാനെ നമ്മുടെ പറമ്പിൽ തന്നെ 1 ലക്ഷം 1.5 ലക്ഷം വാളൊക്കെ അടിച്ചു. പക്ഷെ 1 രൂപ ഞങ്ങൾ എഴുതി കൊടുത്തിട്ടില്ല. എഴുതാൻ പറഞ്ഞു. ഈ കൽക്കണ്ടിയിൽ പോയിട്ട് റേഞ്ചർ ഓഫീസർ പറഞ്ഞു എഴുതി കൊടുക്കാൻ പറഞ്ഞു. എഴുതി കൊടുക്കാൻ പോയപ്പോൾ തന്നെ അവർ 10 രൂപ തരാമെന്ന് വെച്ചാൽ നമ്മൾ 20 രൂപ ചിലവ് ചെയ്താൽ തന്നെ എന്തെങ്കിലും അവർ തരുള്ളൂ. അതിനു വേണ്ടി ഞങ്ങൾ എഴുതി കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് 2 വട്ടം വന്നിട്ടുണ്ടായിരുന്നു മുറ്റത്തേക്ക്. ആദ്യത്തെ ദിവസം ഞങ്ങൾ അറിയണത് അത് വന്ന ഒരു 10-15 മിനിറ്റിന് ശേഷമാണ് ഞങ്ങൾ അറിയണത്. വാഴയുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം ഒരു 3 മണി, വെളുപ്പാങ്കാലത്ത് 3 മണിയായപ്പോഴത്തേനും വന്നു. 1 മണിക്കൂർ പരിസരത്തുണ്ടായിരുന്നു. അതിനുശേഷമാണ് പോയത്. സർക്കാരിൽ നിന്ന് ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ സർക്കാരിൽ നിന്ന് അങ്ങനെ ഒരു ആനുകൂല്യമായിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ വന്ന് ഇത്ര വർഷങ്ങളായി അങ്ങനെ ഒരു ഇത് വന്ന് കണ്ടിട്ടില്ല. ആന മലയിൽ വരും, ഇറങ്ങും, കൃഷി നശിക്കും. വാഴയോ കപ്പയോ എന്താണെങ്കിലും അത് നശിപ്പിച്ചിട്ട് പോകാറാണ് പതിവ്. നമ്മൾ 1 വർഷം കൊണ്ടുകൊണ്ടാണ് നമുക്ക് ഓരോ വാഴയും 10 മാസം 12 മാസം വേണം വാഴകളൊക്കെ നമുക്ക് എടുത്തിട്ട് ഉപജീവനത്തിന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ വാഴ വെച്ച് കഴിഞ്ഞ് 10 മാസം കഴിയുമ്പോൾ തന്നെ എൻ്റെ 2-3 പ്രാവശ്യം ആന വരും. അത് നശിപ്പിച്ച് പോകുമ്പോൾ നമ്മൾ കടം വാങ്ങിച്ചിട്ടും മുതലെടുത്തിട്ടും പണയം വെച്ചിട്ടും ആൾക്കാരെ കൊണ്ട് പലിശയ്ക്ക് മേടിച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യാറുള്ളത്. അപ്പം ഞാനൊക്കെ പറഞ്ഞാൽ എൻ്റെ കൃഷിയാണെങ്കിൽ ഞാൻ വെച്ചിട്ട് അതൊക്കെ പോയി ഞാൻ ഇപ്പോൾ കൃഷി ചെയ്യുന്നേ ഇല്ല. കൃഷി സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള വനമേഖലകളിൽ ഈ വന്യമൃഗങ്ങൾക്കുള്ള സ്രോതസ് നമ്മൾ കൃത്രിമമായി അത് ഫോറസ്റ്റ് തലത്തിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു ജലസ്രോതസ് നിർബന്ധമായി ചെയ്താൽ മാത്രമേ, അതായത് കാട്ടാന മറ്റുള്ള മൃഗങ്ങളും ഈ താഴേക്കിറങ്ങാതിരിക്കാനുള്ള വഴിയുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ഫെൻസിങ് ഇടുന്നത് കൊണ്ടോ പിന്നെ ഈ ട്രെഞ്ച് കുഴിക്കുന്നത് കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. കാരണം ഏതാനും മാസങ്ങൾക്ക് ശേഷം തന്നെ ട്രെഞ്ച് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതാനും ദിവസങ്ങൾക്ക് തന്നെ ഈ മണ്ണ് നിരങ്ങി വീണ് അത് നികന്ന് അതിനുശേഷം പഴയ സ്ഥിതി തന്നെ ആയി ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. സർക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു. ഒപ്പം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യ ചെക്ക് കൈമാറും, ഒരു 25,000 രൂപയുടെയോ 5 ലക്ഷം രൂപയുടെയോ. അത് കഴിഞ്ഞാൽ
ആ ഫാമിലിക്കുള്ള മറ്റ് നഷ്ടപരിഹാരങ്ങളോ അവർക്ക് കൊടുക്കാമെന്ന് പറയുന്ന ജോലി വാഗ്ദാനങ്ങളോ ഒന്നും ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുന്നുമില്ല. അതാണ് ആനയെ കൊണ്ട് അട്ടപ്പാടി ഇപ്പോൾ വലിയൊരു പ്രോബ്ലത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ആന ശല്യം തന്നെ. മെക്കർ കൊടുക്കുന്നുണ്ട്, പഞ്ചായത്തിൽ അത് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ കൃഷിക്കാർക്ക് കൊടുക്കണില്ല, കൃഷി ഇല്ലാത്തവർക്കാണ് കൊടുക്കുന്നത്. ഇപ്പൊ തന്നെ ഒരു 5-6 എണ്ണം കൊണ്ടുവന്ന് ആർക്ക് കൊടുത്തെന്നറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന ദിവസം തന്നെ അപ്പുറത്തൊരു ചെറിയൊരു ഷെഡ് ഉണ്ട്. അന്ന് എന്താ അവരുടെ ഭാഗ്യം എന്ന് പറയാം. അവരുടെ വീടിന്റെ മുന്നിൽ തന്നെ ഒരു 10 മിനിറ്റോളം നിന്നിട്ടാണ് പോയേക്കണത്. പന്നിശല്യമുണ്ട്, ആനശല്യമുണ്ട്. ആന കൃഷിക്ക് മാത്രമല്ല ആളിനും ആൾക്കാർക്കും അപകടം ഉള്ളതാണ്. ഇപ്പോൾ 1, 2, 3 കഴിഞ്ഞതാണ്. നമ്മുടെ കടലിന് മുമ്പിൽ വെച്ചിട്ട് ഒരു അമ്മനെ അങ്ങനെ ഉണ്ടായിരുന്നു. വിറത്തില്ല, കമ്പിയില്ല, ലൈറ്റ് വെളിച്ചില്ല. തന്നെ മെയിൻ കാര്യം അതാണ്. പിന്നെ ഇപ്പോൾ ആട് മേയ്ക്കാൻ പോകുന്ന ആൾക്കാർ പറഞ്ഞത് മാത്രം നമുക്ക് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എന്താ പറഞ്ഞാൽ മലയിൽ ആന ഈ വഴിക്ക് വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയാണ് നമുക്ക് പറയാം, നമുക്ക് അറിഞ്ഞു വരും. പക്ഷേ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ്, 7 മണിക്കാണ് ചിലർ വീട്ടിലേക്ക് വരാറ്. എവിടെയാണ് വന്ന് നിൽക്കണം എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പം ഞാനും കടയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് 8-9 മണിയോടെ ഞാനും പോകണം. ഞങ്ങളും ടോർച്ച് അടിച്ചിട്ട് പേടിച്ചിട്ടാണ് ഞങ്ങളും വരുന്നത്. എർത്ത് സംവിധാനം ഫെൻസിങ് ചെയ്തിരുന്നു. ഫെൻസിങ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടാന വിദഗ്ധമായി തന്നെ കാട്ടുമരങ്ങൾ ഒടിച്ച് കമ്പിയുടെ മേലെ ഇടുകയും അത് കാലക്രമേണ അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് മെയിൻ്റെനൻസ് തീരല്ല, മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിലൊരു സംവിധാനമാണ് ഇപ്പോൾ ഇവർ കാണുന്നത്. അതുകൊണ്ട് കാട്ടാനെ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് തലത്തിൽ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം എന്നുള്ളത് കൃഷി സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ, അതായത് ഫോറസ്റ്റ് വനാന്തരങ്ങളിൽ തന്നെ ഫോറസ്റ്റോട് അതിർത്തിയിൽ തന്നെ ഇതിനൊരു ജലസ്രോതസ് ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ ഇതൊരു പരിധി വരെ, അതായത് കൃഷിയിടത്തേക്കോ പിന്നെ ലൈക്ക് ഈ ജലത്തിന് കുളിവെള്ളത്തിന് മാത്രമായിട്ടാണ് ഏറ്റവും കൂടുതൽ ആന ഈ ജനവാസ മേഖലകളിലേക്ക് എത്തിപ്പെടുന്നത്. ആന ഇറങ്ങാതെ ഇല്ലാതാക്കാനാകെ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങൾ ഒന്നുകൂടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫെൻസിങ് കാര്യങ്ങൾ പല മേഖലകളിലും അവർ കൊടുക്കുന്നുണ്ട് എന്ന് പറയുക എന്നുള്ളത് മാത്രമല്ലാതെ കൊടുക്കുന്നില്ല. എല്ലാ കർഷകർക്കും കൃത്യമായ സബ്സിഡിയോട് കൂടി നമുക്ക് ഫെൻസിങ് സംവിധാനങ്ങൾ ഒരുക്കിയാൽ ഒരു വിധത്തിലെങ്കിലും നമ്മുടെ ആനശല്യത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. ഒരാഴ്ച വന്നിട്ട് ഞങ്ങൾ ആരുമില്ല, ഞങ്ങൾ 3 മകനും ഞാനും ഭർത്താവും മാത്രമേ ഉണ്ടായിരുന്നു. അപ്പുറത്ത് പറമ്പിൽ ഒടിക്കണ സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ എണിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ 3 പട്ടികളുണ്ട്. 3 പട്ടികളാണ് ആനയുടെ മുമ്പേ ചാടുന്നത്. ഞങ്ങൾ 3 പുറത്തിറങ്ങിയിട്ടില്ല. 3 പട്ടിനെ പിടിച്ചു. ആന വന്നിട്ട് മിണ്ടാതെ ഈ വഴി കൂടി പോയിട്ട് എവിടെയെങ്കിലും പോയി മലയ്ക്ക് പോയിട്ടുണ്ടാവും. ചക്കയുടെയും മാങ്ങയുടെ സീസൺ കഴിഞ്ഞത് കൊണ്ട് ആ സമയമാണെങ്കിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്, എപ്പോഴും വരും. പിന്നെ പുഴയ്ക്ക് പോകാൻ വെള്ളം കുടിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങും. അതിനായിട്ട് ഇപ്പോൾ സർക്കാർ ഇപ്പോൾ എന്ത് ചെയ്തു നമുക്ക് അവരോട് അങ്ങനെ നമുക്ക് പോയി ചോദിക്കാം. ഞങ്ങളുടെ പറമ്പിൽ ആന വരുന്നത് നിങ്ങളെന്ത് ചെയ്ത് നമുക്ക് ചോദിക്കാൻ ഒരു ഇതില്ലല്ലോ. അതേപോലെ മുൻകൂർ ആൾക്കാർ വന്ന് ചോദിച്ച് നമുക്ക് നമ്മുടെ സങ്കടം പറയാമെന്നല്ലാതെ അങ്ങനെ ഇരിക്കാമെന്ന് മാത്രം. അത്ര കാര്യങ്ങളൊക്കെ ഉള്ളു. കൃഷിയാണ് ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ. വാഴ, കപ്പ, പാക്ക് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഉപജീവനമാർഗം കൃഷി കൊണ്ട് ജീവിക്കുന്നവരാണ്. കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്, അങ്ങനെ പുറത്ത് പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആന നമുക്കൊരു നിയന്ത്രണത്തിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കൃഷി ചെയ്ത് ജീവിക്കാന്നുള്ള മനസ്സിലൊരു ധൈര്യം ഇപ്പോൾ നമുക്ക് ചെയ്യാൻ ധൈര്യമില്ല. നമ്മളിപ്പോൾ ഒരാളത്ത് 5000, 10,000, 20,000 രൂപ ഒക്കെ കടം മേടിച്ച് നമ്മളൊരു പറമ്പെടുത്ത് ഇറത്ത് കമ്പിയിട്ട് വേലി കെട്ടി പണിക്കാരനെ വെച്ച് വാഴക്കന്ന് കൊണ്ട് നട്ടിട്ട് അത് കിട്ടുന്നുള്ള ഉറപ്പ് നമുക്കില്ല. ഭാഗ്യം പോലെയാണ്. ഈ മരിച്ചുപോയ ആൾക്കാർക്ക് നഷ്ടപരിഹാരം, അതായത് എല്ലാം ഞങ്ങളുടെ അറിവിൽ പകുതി എമൗണ്ട് മാത്രം കൊടുത്തു എന്നുള്ളതാണ് അറിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഫുള്ളായത് ഇപ്പോൾ നമുക്ക് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ 12 ലക്ഷം രൂപ കൊടുക്കുന്നതാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ 12 ലക്ഷം കൊടുത്തതായിട്ട് ഒരു അറിവുമില്ല. 6 ലക്ഷം കിട്ടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം പെൻഡിങ് ആണെന്നുള്ളതാണ് അറിവ്. ഇതുവരെയും മരിച്ചവർക്ക് എല്ലാവർക്കും അങ്ങനെ കൊടുത്തതായിട്ട് നമ്മുടെ ഈ വേളയിൽ തന്നെ 2 പേര് മരിച്ചിട്ടുണ്ട്. 2ഉം ഒരു പ്രായമായ സ്ത്രീകളാണ്. 2 പേർക്കും അവരുടെ കുടുംബങ്ങൾക്ക് ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ആളിന് തന്നെ അപായമാണ്. ഞങ്ങളൊക്കെ ഞാൻ എൻ്റെ ഭർത്താവും കൂടെ ജോലി കഴിഞ്ഞ് കടയിൽ നിന്ന് അടച്ചിട്ട് അവിടെയാണ് വീട് താമസിക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു ദിവസം വന്നപ്പോൾ ഈ ഭാഗത്ത് ആനയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടോർച്ചടി നോക്കിയത് കണ്ടോട് തിരിച്ച് അതേപോലെ ഞങ്ങൾ അങ്ങോട്ട് ഓടുക ചെയ്തത്. നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മളൊരു ജീവൻ പോകുമല്ലോ. അങ്ങനെ അപ്പോൾ സർക്കാർ വരും, ആൾക്കാർ വരും, പോലീസ് വരും, കളക്ടർ വരും, അപ്പോൾ പോകും. പിന്നെ ഇതെല്ലാം ആൾക്കാർ ഇങ്ങനെ പറയും, ഫോൺ വിളിക്കും. അങ്ങനെ ജീവൻ കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റോട്ടിൽ കൂടെ വെളുപ്പിന് 4 മണിക്ക് വരെ ഈ റോട്ടിൽ കൂടെ യൂറിൻ്റെ മധ്യത്തു കൂടെ നടന്നു പോയിട്ടുണ്ട് ആന. കൃഷിയിടങ്ങളിലെല്ലാം കയറി എപ്പോഴും 4 മണിക്ക്, വെളുപ്പിന് 4-4:30 മണിക്കാണ് കടന്നു പോയിട്ടുള്ളത് ആന. കമുങ്ങും വാഴയും നശിപ്പിക്കുന്ന സൗണ്ട് കേട്ടാണ് ഞങ്ങളൊക്കെ കാണുന്നത്.
പക്ഷെ നമുക്കിത് പ്രതിരോധിക്കാൻ ഒരു മാർഗ്ഗമില്ല. അത് റോഡ് വഴിക്കൂടെ അങ്ങനെ റോട്ടിൽ പോകുന്നുണ്ട്. മന്ത്രി ഉൾപ്പെടെയുള്ളത് അവര് കാലങ്ങളങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അവര് നടപ്പിലാക്കുന്ന പദ്ധതികളൊന്നും സാധാരണ ജനങ്ങൾക്ക് എത്തിപ്പെടുന്നില്ല. ഇതെല്ലാം പകുതി വഴിയിൽ നിന്ന് പോകുന്ന ഒരു സ്ഥിതിഗതികളാണുള്ളത്. പക്ഷെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. ഇനി കാണുമെന്നുള്ള പ്രതീക്ഷയും ഈ ഗവൺമെന്റിൽ ഇല്ല നമുക്ക്. ആനയെ ഓട്ടിക്കാൻ RRT ടീമുകൾക്ക് കൃത്യമായ നടപടികൾ സ്വീകരിച്ചാൽ, RRT ടീമുകൾ കൃത്യമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആനയെ അവരുടെ കാടുകളിലേക്ക് ഓട്ടിക്കാൻ കഴിയും. പക്ഷെ RRTക്ക് കൃത്യമായ സംവിധാനം ഒരുക്കാൻ ഗവൺമെൻറ് തയ്യാറാവാത്തത് കൊണ്ട് തന്നെ RRT ഉദ്യോഗസ്ഥർ കുറവാണ്. അതുകൊണ്ട് തന്നെ ആനയെ ഓട്ടിക്കാൻ ആളുകളില്ല, ആനയെ ഓടുന്നില്ല. ആനകൾ ഇപ്പോഴും ഊരുകളിലാണ്. വനത്തിൽ നിൽക്കേണ്ട ആനകൾ ഊരിലേക്ക് മാറുകയാണ്. ഒരു സംവിധാനങ്ങളും ഗവൺമെൻറ്റിൻ്റെ കൃത്യമായി അട്ടപ്പാടിയിൽ ഉപയോഗിക്കാൻ ഈ ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞ 10 വർഷത്തിലധികമായി കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ പ്രഖ്യാപിക്കുന്നുണ്ട്, അതായത് ഒരു മരണം സംഭവിച്ചാൽ അന്നേ ദിവസം കൃത്യമായി പ്രഖ്യാപിക്കും, നാളെ ഞങ്ങൾ അവിടെ എത്തുകയും അവർക്ക് കൃത്യമായി സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ഏതെങ്കിലും ഉയർന്ന വിദ്യാഭ്യാസമുള്ള വിദ്യാർത്ഥിക്ക് ഉടൻ തന്നെ ഗവൺമെൻറ്റിൽ ജോലിയും പ്രഖ്യാപനമുണ്ടാകും. പക്ഷെ അതൊന്നും നടപ്പിലാവാറില്ല. പേടിയോട് കൂടി ജീവിച്ചാൽ എന്ത് പ്രയോജനം? ഫോറസ്റ്റുമാരും നേരത്തെ അവർ ഇതിലൊക്കെ ഫിനിഷിംഗ് ഇട്ട് കമ്പി വേലിയിട്ടായിരുന്നു. അത് മൊത്തം പൊളിച്ചു. അതും പൊളിച്ചിട്ട് കള്ളന്മാർ കൊണ്ടുപോയി. ആ കമ്പിയും പിന്നെ ആ പോസ്റ്റ് കാലുകൂടെ അടക്കം കള്ളന്മാർ കൊണ്ടുപോയി. കഴിഞ്ഞ കൊല്ലം വാളെ വെച്ചപ്പോൾ ആന വന്നില്ല. വെറും കാട്ടിൽ കയറിയിട്ട് ഒരു 10-15 കപ്പ മൂടിട്ടായിരുന്നു. അതും മൊത്തം പറിച്ചു കൊണ്ടുപോയി. അത് ആനയും കൊണ്ടുപോയി.